എന്റെ പേര് ജെസ്സി. എന്റെ വീട് അടിമാലിലാണ്, ഇടുക്കിയിലെ അടിമാലില്. എനിക്ക് എന്റെ കാലിന് വെരിക്കോസ് വിഷമം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ വെരിക്കോസ് വെയിൻ പോലെയല്ല, എന്റെ ചെറിയ തൊലിയുടെ അടിയിലുള്ള ചെറിയ ഞരമ്പുകൾക്കായിരുന്നു എനിക്ക് പ്രശ്നം. സെപ്പറേറ്റ് ഒരു ഞരമ്പോ അല്ലെങ്കിൽ വെരിക്കോസ് വെയിന്റെ പോലെ ഒരു വലിയ ഞരമ്പ് തടിക്കലൊന്നുമില്ല. അങ്ങനെ എന്റെ 24-25 വയസ്സിൽ എനിക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ 10-35 വർഷമായിട്ട് ഈ അനുഭവം ഭയങ്കര വേദനയും വിഷമങ്ങളും ഒക്കെ ആയിട്ട് പല സമയത്തിനുള്ള ഇത് കൂടുതലാകുകയും കാലിലെല്ലാം വ്രണങ്ങൾ വന്ന് പൊട്ടുകയും ആശുപത്രിയിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി എല്ലാം ചികിത്സ ചെയ്തു, അതായത് ആയുർവേദം, അലോപ്പതി, ഹോമിയോ, പിന്നെ നാടൻ ചികിത്സകളെല്ലാം ചെയ്തിട്ടും പൂർണ്ണമായ ഒരു രോഗ സുഖപ്പെടൽ എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാം ചികിത്സ ചെയ്താലും ഒരു 2 മാസത്തേക്ക് എനിക്കൊരു കാലിലൊരു ആശ്വാസം കിട്ടും. പിന്നെ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും പിന്നെയും കാലിൽ ചെറുതായിട്ട് ചുവന്ന് വരും. അത് കറവലാവും, പിന്നെ അത് ചിലത് വ്രണമാവും, ചിലത് വലിയ മുറിവായിട്ട് തന്നെ ഇരിക്കും. എന്റെ മുറിവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3, 4, 5 മാസം കൊണ്ടാണ് ഒരു മുറിവ് ഉണങ്ങുള്ളൂ. അങ്ങനെ ഒത്തിരി നാള് കഷ്ടപ്പെട്ടു. അവസാനം മെഡിക്കൽ ടെസ്റ്റിലെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ് ഈ ചെറിയ ഞരമ്പുകൾക്കാണ് തകരാറ്, അതുകൊണ്ട് കൃത്യമായിട്ടൊരു ചികിത്സയില്ല. അപ്പൊ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാല്, വരാതിരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, വന്നു കഴിഞ്ഞാല് ആശുപത്രിയിൽ ചെല്ലുക, കൂടുതൽ മുറിവുകളുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കുക, ആശുപത്രി കുറെ ദിവസം കിടക്കുക, പിന്നെ വീട്ടിൽ വന്ന് 1-2 മാസം റെസ്റ്റ് എടുക്കുക. അങ്ങനെ ആ മുറിവ് വരും. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, മുറിവ് റെസ്റ്റ് എടുക്കുമ്പോൾ മുറിവ് വരും. അങ്ങനെ മുറിവ് കഴിഞ്ഞ സൗഖ്യം കിട്ടുന്നല്ലാതെ പൂർണ്ണമായിട്ടൊരു കാലിന് അസുഖത്തിന്റെ സംബന്ധമായ ഒരു സിംറ്റമും പോയിട്ടില്ല. അവസാനം ലേക്ഷോറിലെ ഡോക്ടേഴ്സിനെ അവിടെ ചെന്ന് ഒത്തിരി ബ്ലഡ് എല്ലാം പരിശോധിച്ച് ഒത്തിരി ബ്ലഡ് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞിട്ടും അവർ യാതൊരു തകരാറും കണ്ടുപിടിക്കാൻ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് ഇട്ടിട്ട് എനിക്ക് സോക്സ് ഇടുന്നൊരു ചികിത്സാ രീതി 2 വർഷത്തോളം സോക്സ് ഉപയോഗിച്ചു. അന്നേരം ഉള്ളിൽ നിന്ന് വരുന്ന ആ സോക്സ് വരുമ്പോൾ മുകളിലോട്ട് വരുന്നത് തടയുന്നല്ലാതെ ഉള്ളിൽ നിന്നുള്ള ആ രോഗത്തിന്റെ ഒരു അണുക്കളും മാറുക. സോക്സ് പോയി കഴിഞ്ഞാൽ ആ സമക്കരത്തിന്റെ കാര്യമുണ്ടാവും. ദൂരയാത്ര ചെയ്താലും അപ്പഴേ ചുമന്ന് അടിച്ചു വരും. അങ്ങനെ എല്ലാം ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഈ അടുത്ത കാലത്തും കാലിന് ഭയങ്കര ജനുവരി മാസം തുടങ്ങി കാലിന് വിഷമങ്ങളെല്ലാം വന്ന് കാലിന് മുറിവുകളൊക്കെ ആയിട്ടിരുന്നപ്പോഴാണ് ഞാൻ സമയ ഡയറക്റ്റിന്റെ സപ്ലിമെന്റിനെ കുറിച്ച് അറിയുന്നത്. സമയ ഡയറക്റ്റിന്റെ സപ്ലിമെന്റിനെ കുറിച്ച് പറഞ്ഞത് മിനി വിൽസനാണ്. മിനി വിൽസൺ എന്റെ ആങ്ങളുടെ മകളാണ്. അവളാണ് എന്നോട് സമയ ഡയറക്റ്റിനെ പറ്റി പറയുന്നത്. അപ്പൊ അവള് ഏകദേശം 1 മാസമായി ഇതിനെപ്പറ്റി പഠിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നോട് പറയും.